ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ഹോളി സെലിബ്രേഷൻ ആണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന ഈ വ്ളോഗിൽ. 2 ദിവസമാണ് കേട്ടോ ഇവിടെ ഹോളി സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. തലേദിവസം നടക്കുന്ന പ്രോഗ്രാമിന് ഹോളിക്ക ദഹൻ എന്നാണ് കേട്ടോ പേര്. ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കുറേ സംഭവങ്ങളായിട്ട് കൂട്ടി കത്തിക്കും. എന്നിട്ട് ഇവരുടെ എന്തോ പൂജയൊക്കെ ഉണ്ട്, അതിന് ചുറ്റും അവർ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിക്കും ഇതിട്ട് കത്തിക്കുന്നത് ഒരു 11:30 സമയത്താണെന്നാണ് പറയുന്നത്. അവരുടെ റിച്വൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 11:30ക്ക്. പക്ഷെ കുട്ടികളും മുതിർന്നവർക്കൊക്കെ കിടന്നുറങ്ങണ്ടേ, അത് കാരണം കൊണ്ട് നമുക്കൊരു 8:30ക്ക് അവരെ ആക്കിയതാണ് കേട്ടോ. എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്ന് പോയി നോക്കിയിട്ടോ. അപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ. അതേ ഇതുപോലെ ഫാമിലീസുകൾ വന്നിട്ട് ഇതുപോലെ വെള്ളമാണോ അതോ എണ്ണയാണോ എന്നറിയില്ല, കണ്ടിട്ട് വെള്ളമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് ഈ തീയുടെ ചുറ്റും ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. കുറേ പേര് ഇവിടെ പൂജയുടെ ഐറ്റംസുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ റിച്വൽസ് ചെയ്യാനായിട്ട് അധികം പേര് ഇവിടെ വന്നിട്ടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ എക്സാക്ട് ടൈം 11:30ക്ക് ശേഷമാണ്. അതുകൊണ്ട് എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് 8:30ക്ക് വേണ്ടിയിട്ടും 11:30ക്ക് വേണ്ടിയിട്ടും ഈ ഹോളിക്ക ദഹൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 2 പ്രാവശ്യം ഇതുപോലെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഓരോ മതത്തിൻ്റെ ഓരോ വിശ്വാസങ്ങൾ കാണാൻ എന്ത് രസമല്ലേ. നമുക്കിത് വെറൊരു തീയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവർക്കത് വലിയൊരു വിശ്വാസമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിയിരുന്ന് കാണാമായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, താലത്തിൽ കുറേ ഫ്ലവേഴ്സും പൂജയുടെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവർ. ഇതിൻ്റെ ഇടയ്ക്ക് വിറക് കഷ്ണങ്ങളൊക്കെ താഴെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടെ കുറേ ആൾക്കാർ തേങ്ങ ഇതുപോലെ എറിയുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ പ്രാർത്ഥിക്കുന്നതിന് കൂടെ നമ്മളിരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ താഴെ വീണ വിറക് കഷ്ണങ്ങളൊക്കെ മേലേക്ക് വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ നല്ല ചൂടാണ്. കുറച്ച് നേരം അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എല്ലാം ഇന്നത്തെ പരിപാടി തീർന്നു. ഇത് കൂട്ടിയിട്ട് കത്തിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടി. നാളെയാണ് ഹോളിയുടെ മെയിൻ ഫംഗ്ഷൻ കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹോളി സെലിബ്രേഷൻ്റെ ഡേ ആണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ടോ, ഇത് പിച്ച്കാരി എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. ഏ ജവാനി ഹേ ദിവാനി എന്ന് പറഞ്ഞ ഫിലിമില്ലേ, പാട്ടില്ലേ ബല്ലം പിച്ച്കാരി, ആ പാട്ടിലെ പിച്ച്കാരി എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ഇന്ന് ജിബി പറഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായേ. ഇതിനേക്കാളും വലിയ വലിയ ഐറ്റംസ് നമുക്ക് അവിടെ കാണാം കേട്ടോ. വാ നമുക്ക് പോവാം. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് കളേഴ്സുകളൊക്കെ വാങ്ങിച്ചു. ഫസ്റ്റത്തെ സെറ്റ് കളർ അങ്ങോട്ട് പൂശിയിട്ടാണ്. ഇവിടെ മൊത്തം ഫുൾ DJയും പാട്ടുമാണ്. സൗണ്ട് മ്യൂട്ട് ആക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. ഉള്ളിൽ നോക്കിയപ്പോഴാണ് എൻ്റെ പൊന്നു എല്ലാവരും തകർത്ത് ആഘോഷിക്കുകയാണ് കേട്ടോ. എനിക്ക് കയറാൻ വേണ്ടി ഹോളി പാസസ് ഉണ്ട്. ഒരാൾക്ക് 350 രൂപ വെച്ചിട്ടാണ്. കിഡ്സ് ബിലോ 12 ഇയേഴ്സിന് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഹോളി പാസ് ഇവിടെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നടക്കുന്നത് നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. ആൻറ്റി മൊത്തം ഫുൾ എക്സൈറ്റഡ് മോഡിലാണ്. ഇതെങ്ങനെ തുടങ്ങണം എന്നാണ് പുള്ളിക്കാരത്തെ ആലോചിക്കുന്നത്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ കാണിച്ച് നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എന്നെ ആ ഒരു ബാക്കിൽ നിന്ന് ഒരൊറ്റ വീക്ക് കേട്ടോ. വേറെ നല്ല ബലൂണിൽ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അവർ വീക്കുന്നത്. ഞാൻ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് ടീമിൽ എൻ്റെ പാർട്ണറായിരുന്നു കേട്ടോ. ക്രിക്കറ്റ് നോർത്ത് ഇന്ത്യൻകാരിയാണ്. ഒരേ ടീമിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കൂട്ടായി. അങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ ഹാപ്പി ഹോളി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത കാഴ്ച കാണാൻ വേണ്ടി പോയി കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഇതായിരുന്നു കേട്ടോ ഇവിടുത്തെ അവസ്ഥ. എല്ലാവരും കളറിൽ കുളിച്ച് നിൽക്കണം കേട്ടോ. ഫുൾ എൻജോയ്മെൻ്റ് ആണ്. സാൻഡി ചെന്ന് പണി അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ 2-3-4 ഡ്രംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കളറായിട്ടുള്ള വെള്ളമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇതുപോലെ പമ്പ് ചെയ്തെടുത്ത് എല്ലാവരും മേത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ പണി. കൂടുതൽ കളർ പൊത്തലും. എന്തായാലും ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളും പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. വാരി കളർ അങ്ങോട്ട് പൊത്തി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ DJ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ഒരു അടിപൊളി വൈബാണ്. എവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യണേ, എവിടെ നിന്നാണ് കളർ വീക്കണേ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. എന്തായാലും എല്ലാവരും തകർത്ത് ആഘോഷിക്കുകയാണ് കേട്ടോ. നമ്മളും ആഘോഷങ്ങൾക്ക് സ്റ്റേറ്റ് മതമൊന്നും ഇല്ലല്ലോ. എന്ത് കിട്ടുകയാണെങ്കിലും അങ്ങോട്ട് ആഘോഷിക്കല്ലേ. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. എത്ര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള ഐറ്റംസുകളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. അടുത്തുള്ള കടകളിൽ മൊത്തം ഈ ഹോളിയുടെ ടൈം ആകുമ്പോൾ ഇതെല്ലാം വരും കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റിലെ മലയാളി ഗ്യാങ്സ്. എൻ്റെ കയ്യിലുള്ള ഹോളി കളർ അങ്ങോട്ടും അവരുടെ കയ്യിലുള്ള കളേഴ്സ് ഇങ്ങോട്ടും എല്ലാം കൂടി തേച്ച് ഒന്നും പറയണ്ട. മൊത്തത്തിലൊരു പൊടിമയം. എല്ലാവരും ഹാപ്പി. നോർത്ത് ഇന്ത്യക്കാരുടെ ആഘോഷമാണെങ്കിലും നമുക്ക് നമ്മുടെ മലയാളികളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അങ്ങനെ കുറേ നേരം ഹോളിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പതുക്കെ വിശന്ന് തുടങ്ങി കേട്ടോ.
നമുക്ക് വേണ്ടി റിഫ്രഷ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സമോസയും അതുപോലെ തന്നെ ജിലേബിയാണ് ഇവർ തരുന്നത്. ഇവിടുത്തെ ഡ്രിങ്ക്സ് ആയിട്ട് ബട്ടർ മിൽക്കും. അങ്ങനെ നമ്മളൊരു 3 സമോസയും 2 ജിലേബിയും പറഞ്ഞ് ഈ കൂപ്പണിൽ ബാലൻസ് കുറച്ച് സമോസയും ജിലേബിയും ഉണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റി വെച്ചു. പക്ഷെ നമ്മളത് മറന്നുപോയി കേട്ടോ. എന്തായാലും സമോസയും ജിലേബിയൊക്കെ നല്ല അടിപൊളിയായിരുന്നേ. ഇവരൊക്കെ ലൈവായിട്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നായിരുന്നേ. എന്തായാലും അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് എനർജിയൊക്കെ കിട്ടിയിട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ ബട്ടർ മിൽക്ക് കുടിച്ചപ്പോൾ നല്ല ആശ്വാസമായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ റെയിൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. കൂടുതൽ ഡിജെയും പിന്നെ അതുപോലെ തന്നെ സ്പ്രിംഗ്ലേഴ്സും ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ ഡാൻസ് ചെയ്ത് അങ്ങോട്ട് തകർത്തു കേട്ടോ. എനിക്ക് പണ്ട് മഴയത്ത് ഡാൻസ് കളിക്കുന്ന മാതിരി കേട്ടോ തോന്നിയത്. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞാൽ ഹോളി കളറുകളെല്ലാം ഒലിച്ചു പോയിക്കൊള്ളുന്ന. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. ഇത് വീട്ടിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം തേച്ചു അരച്ചൊക്കെ കഴിയിട്ടാണ് കേട്ടോ ഇത് പോയത്. ഇത് കഴുകി കളയുന്ന ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. സമയം ഏകദേശം ഒരു 1 മണി ആവാറായി കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ടൈമായി. നമ്മുടെ സെലിബ്രേഷൻസ് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നല്ലൊരു കുളിയാണ് കുളിച്ചു കേട്ടോ. കഴിഞ്ഞില്ല കേട്ടോ. ഒരു 3 മണി 4 മണി ആയപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി. നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഹോളി കളറിന്റെ പാക്കറ്റ്സുകൾ ഉണ്ട് കേട്ടോ. അതുകൂടി അവസാനിപ്പിക്കണ്ടേ. എന്തായാലും അതും കൂടി അങ്ങോട്ട് തീർത്തങ്ങോട്ട് ഹോളി അങ്ങോട്ട് പൊടിക്കാന്നാണ് വിചാരിച്ചു. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം ഹെർബൽ കളേഴ്സാണ് കേട്ടോ. എത്രത്തോളം ഹെർബലാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് എന്തായാലും മറ്റേ കളേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചെങ്കിലും ഭേദമായിരിക്കും. ഈ ഹോളി എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ തന്നെയാണല്ലേ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി വാരി എറിയുമ്പോൾ നമുക്ക് എന്ത് ഹാപ്പിനെസ്സാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ബട്ട് അറിയില്ല, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ കളേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടാണ്. നമ്മുടെ വീണ്ടും പോയി ഒന്ന് കുളിക്കണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ഹോളി സെലിബ്രേഷൻ 2025 അങ്ങനെ ഫിനിഷ് ആയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും മനസ്സങ്ങ് നിറഞ്ഞു. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ആൻഡ് ടേക്ക് കെയർ.